എന്താടാ ചന്ദ്രൻ ഓരോ ദിവസം ഓരോ ഷേപ്പില്? ചന്ദ്രൻ സൂര്യനെ കറങ്ങുമ്പോഴാണ് ഇങ്ങനെ തോന്നണത്. ഇതൊക്കെ നമുക്ക് സ്കൂളിൽ പഠിക്കാറുണ്ടാവും നമ്മ പറഞ്ഞിട്ടുണ്ട്. ഈ ചന്ദ്രനിലേക്കൊക്കെ ടൂറ് പോവാൻ പറ്റുമോ? നിന്റെ അപ്പോഴും ഒരട്ട അടുത്ത ടൂർ ചന്ദ്രനിലേക്കാക്കിക്കോ. ഓ, ഇവിടെ ഇങ്ങനെ ഇരുന്ന് മടുത്തു. എപ്പോഴും ഈ മൊബൈലും ടാബൊക്കെ നോക്കിയിരുന്ന് കണ്ണൊക്കെ നല്ല വേദനയുണ്ട്. ഇവിടെ പുറത്താണെങ്കിൽ ഒന്നും കാണാനുമില്ല. എന്താപ്പോ ചെയ്യാൻ? നമ്മുടെ അടുത്ത ഗ്രഹമായ ഭൂമി, അതിൽ കുറെ നല്ല കാഴ്ചകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ആ, നമുക്ക് അങ്ങോട്ട് പോയാലോ? ശരി, പോവാം. ഇതെന്താ ഓരോരോ ശബ്ദങ്ങൾ കേൾക്കണത്? അറിയില്ല, ഞാനും അത് തന്നെ ശ്രദ്ധിക്കുന്നത്. നമുക്കേ ആ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോയാലോ? ആ, പോയി നോക്കാം. ഇത് കണ്ട് നിങ്ങളാരും പേടിക്കണ്ട. ഞങ്ങള് രണ്ടാളുകള് ഇതിനകത്തുണ്ട്. ഞങ്ങൾ തൽക്കാലം പുറത്തിറങ്ങുന്നില്ല. കാരണം ഞങ്ങളെ കണ്ട് നിങ്ങൾ പേടിക്കാതിരിക്കാൻ വേണ്ടിട്ടാ. അല്ല, എന്താ നിങ്ങൾ കുറെ കുട്ടികളും ആളുകളൊക്കെ ഇവിടെ നിൽക്കുന്നത്? ഇതാണ് സ്കൂൾ. കുട്ടികൾ നല്ല രീതിയിൽ വളരുവാനും അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുമുള്ള സ്ഥലം. നിങ്ങൾ എവിടുന്നാ വരണേ? ഞങ്ങൾ അടുത്ത ഗ്രഹത്തിൽ നിന്ന് വരുന്നതാ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. വരുന്ന വഴിക്ക് പല ശബ്ദങ്ങളും കേട്ടു. അതെന്താന്ന് മനസ്സിലായില്ല. ഞങ്ങളുടെ നാട്ടിൽ പല ആഘോഷങ്ങളും ഉണ്ടാകാറുണ്ട്. അതിന്റെ ശബ്ദങ്ങളും മേളങ്ങളാവും നിങ്ങൾ കേട്ടിട്ടുണ്ടാകാ. അല്ല, ഇവിടെയും കുറെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടല്ലോ. എന്താ, ഇവിടെ വല്ല ആഘോഷമുണ്ടോ? ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. വലിയൊരു ആഘോഷമാണ്. കുട്ടികൾ സന്തോഷത്തിമിർപ്പിലാണ്. കുട്ടികളുടെ പാട്ടും ഡാൻസും അമ്മമാരുടെ പരിപാടികളും എല്ലാം ഉണ്ട്. എല്ലാം കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതി കേട്ടോ. എല്ലാം കാണാൻ സമയം കിട്ടുമെന്നറിയില്ല. ഉള്ള സമയത്തിനനുസരിച്ച് കാണാം. എന്നാലേ സമയം കളയണ്ട, നമുക്ക് സ്റ്റേജിന് അവിടേക്ക് പോവാം. അവിടെയാണ് എല്ലാ പരിപാടിയും. നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഇവിടെ കാഴ്ചക്കാരായിരിക്കുന്നത് മുഴുവൻ വലിയ ആളുകളാ. അപ്പോ നമുക്ക് മാസ്ക് ഊരി വെച്ച് പുറത്തേക്ക് വരാം, അല്ലേ? ഒരുപാട് തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. എല്ലാരും നല്ല സന്തോഷത്തിലാ. ശരിയാ, ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് മുഴുവൻ ഇവരുടെ മക്കളാണെന്ന് തോന്നുന്നു. നമ്മുടെ മക്കള് കളിക്കുന്നത് കാണാൻ എന്തിഷ്ടല്ലേ. ഒപ്പം മനസ്സ് നിറയും. അപ്പോ നമുക്ക് ഇവരുടെ പരിപാടികളൊക്കെ ഒന്ന് കാണാം.